ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മേത്തലയിൽ ശ്രീമാൻ കിരണും കൂട്ടരും ചേർന്ന് നടത്തുന്ന വൈവിധ്യമാർന്ന പച്ചക്കറി കൃഷിത്തോട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടത്. അതിൻ്റെ തുടർ ദൃശ്യങ്ങളാണ് ഈ ആഴ്ചയിൽ. ഏവർക്കും അതൊക്കെ കാണാൻ സ്വാഗതം. ഇത് എന്ത് വഴുതനയാണ് നട്ടിരിക്കുന്നത്? ഇതിപ്പോ ഗ്രീൻ ലോങ് ആണ്. ഗ്രീൻ ലോങ് നമ്മള് ഹരിത വഴുതനയില് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ കൊല്ലം നമ്മള് വഴുതന നട്ടില്ല, ഗ്രാഫ്റ്റ് ചെയ്തത്. അത് യൂണിവേഴ്സിറ്റിയുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള നീലിമയാണ് നട്ടത്. പിന്നെ അതല്ലാണ്ട് ഗ്രീൻ ലോങ് തന്നെ നമ്മള് ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് ചെയ്യാണ്ട് നട്ടു. പക്ഷെ ബാക്ടീരിയൽ വിൽറ്റ് വന്ന് ഇവിടെ വാരങ്ങള് 4 വാരം കംപ്ലീറ്റ് പോയി. അപ്പൊ ഈ കൊല്ലം നമ്മളത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും ഗ്രാഫ്റ്റ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത വിത്തുകളാണ് നട്ടിരിക്കുന്നത്. അതില് നമ്മുടെ ഇതുവരെ വിൽറ്റ് വന്നില്ല. ഈ തവണ ഒന്നും വന്നിട്ടില്ല. അപ്പൊ മാളയിലുള്ള യുവകർഷകരുണ്ട്, കഴിഞ്ഞ തവണത്തെ അവാർഡ് ജേതാവ് സിനോജ്, അവരുടെ നിർദ്ദേശവും കൂടി ഇതിലുണ്ടായിരുന്നു. ഒരു നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് തരണം. പിന്നെ സാറും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നരകുട്ടി സാറും കൂടെ ഉള്ള എല്ലാ സജ്ജീകരണവും കൊണ്ടാണ് ഇത്തവണ നല്ല രീതിയിലുള്ള വിളവ് വഴുതനയ്ക്ക് ഉണ്ട്. വില അല്പം കുറവാണെങ്കിൽ തന്നെയും വഴുതന നല്ല രീതിയിൽ നമുക്ക് അടിവളം ചാണാനും കോഴിവളം എല്ലാത്തിനും ആദ്യം കുമ്മായോടും ചാണകം കോഴിവളോടും ഒരു ഇപ്പൊ ഈ വാരം എത്ര നീളം? 80 അടി. ഈ 80 അടിയുള്ള വാരത്തില് എത്ര കോഴിവളം ഇടും? അത് നമ്മളിപ്പോ സെന്റേജിനാണ്. നമ്മളൊരു 50 സെന്റിന് ഏകദേശം ഒരു 85 അടി ഇതുള്ള വണ്ടിയിൽ വരുന്ന കോഴിവളം, അതിന്റെ പകുതി അടിയുള്ള ചാണാനും ഇടും നമ്മള്. ശരി. അത് കോഴിവളം എന്ന് പറയണത് നമ്മ ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ മിക്സ് ചെയ്താണ് പറഞ്ഞത്. ചാക്കാണെങ്കിൽ ഈ ഇത്രയുള്ള വാരത്തിന് 2 ചാക്ക് കോഴിവളം ഇടുമായിരുന്നു കഴിഞ്ഞാൽ ഇട്ടത്. ഇപ്പൊ ഇപ്പൊ മറ്റേതായാലും നമുക്ക് അളവ് വണ്ടി അളവ് അറിയാവുന്നതാണ്. എന്നിട്ട് കിളക്കില്ലേ? കിളച്ച് വാരം ഉണ്ടാക്കിയതിന് ശേഷം കോഴിവെള്ളം ഇടുള്ളൂ. എന്നിട്ട് വളമിട്ടിട്ട് ഇളക്കില്ലേ? ഇളക്കില്ല, മൂടുള്ളൂ. മണ്ണ് ഇളക്കിയിട്ട്, മണ്ണ് നമ്മൾ ട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് ബണ്ട് വെക്കണതും ഇളക്കണതും റോട്ടറും. അതിന് നമ്മള് ലേബർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ചെയ്യുന്നത്. വളം മൂടുള്ളൂ, അത് പിന്നെ ഇളക്കില്ല. എന്ന് വെച്ചാൽ ലേബർ പരമാവധി പിന്നെ പണിക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ തൊഴിലുറപ്പ് പണിക്കാരൊക്കെ നമ്മള് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി തൊഴിൽ കൊടുക്കാൻ ശ്രമിക്കാറും കൂടി ഉണ്ട്. വഴുതന ഇപ്പൊ വിളവെടുപ്പ് തുടങ്ങി കുറച്ച് നാളായി. ഇപ്പൊ ഒരു 6 മാസം കഴിഞ്ഞ 2ാമത് ക്രോപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് നമുക്കൊരു 2 കൊല്ലം വേണമെങ്കിൽ നിൽക്കും. നമ്മൾ 1 കൊല്ലം കഴിയുമ്പോൾ എടുത്ത് മാറ്റാറാണ് പതിവ്. പിന്നെ അടിവളം നമുക്ക് കൂടുതൽ കൊടുക്കേണ്ട വരണ കാരണം അടിവളം കൂടുതൽ കൊടുക്കേണ്ട വരുമ്പോ 1 കൊല്ലം മാക്സിമം നമ്മൾ നിർത്താറുള്ളൂ. പ്രൂൺ ചെയ്ത് നോക്കിയിട്ടില്ല. അതിപ്പോ വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ട് ഇവിടെ. വെള്ളക്കെട്ട് ഇല്ലാത്ത സമയം ഇപ്പൊ നീലിമ നമ്മളെ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. 2ാമത് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. വഴുതനങ്ങ കിലോ ഇപ്പൊ 40 രൂപയ്ക്കാണ് ഞങ്ങൾ ഔട്ട്ലെറ്റിൽ വിൽക്കുന്നത്. വഴുതന ഇപ്പൊ എല്ലാവരും ചെറുകിട കർഷകരും വീടുകളിലൊക്കെ വഴുതന ചെയ്യണമായിരുന്നു. നമ്മൾ വഴുതന കൃഷി കുറച്ച് കൊണ്ടുവരുവരും എല്ലാവരും എല്ലാ കൃഷിയും ചെയ്യാവുന്ന സാധനമുണ്ട്.
ഇത് ഈ നാടൻ പശു എന്തെല്ലാം നാടൻ പശു? കാസർഗോഡ് കുള്ളൻ. ഇപ്പൊ കാസർഗോഡ് കുള്ളലില് നമ്മള് വെച്ചുകൊണ്ട് ബീജം കുത്തി വെച്ച് വെച്ചുകൊണ്ട് ഒരു പ്ലാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണോ പെണ്ണോ? ഇത് പെണ്ണാണ്. എന്ത് പ്രായമുണ്ട് ഇവള്? ഇതിപ്പോ ചതയത്തിന് ചിങ്ങമാസത്തിലെ ചതയത്തിനാണ് ജനിച്ചത്. അപ്പൊ അതിലാണ്. പിന്നെ ഇതിന്റെ ചാണകം തന്നെയാണ് നമ്മ കൃഷിക്കും ഉപയോഗിക്കുന്നത്. നാടൻ പശുവിന്റെ ഇതില് തന്നെ ജീവാമൃതം പിന്നെ കൂടുതലായിട്ട് നമ്മ തൊഴുത്ത് കഴിയണായിട്ട് വെള്ളമായിട്ടാണ് ഇതിൽ എല്ലാ ദിവസവും വിടും. കളക്ട് ചെയ്യാനുള്ള വെക്കുന്നുണ്ട്. അപ്പൊ തൊഴുത്ത് ഡൈല്യൂട്ട് ചെയ്യുന്നതിന് പകരം തൊഴുത്ത് കഴിയുന്ന വെള്ളമായിട്ട് വെഞ്ചൂരിൽ തന്നെ നമ്മ വിടുകയാണ്. ചാണകം കലക്കി വിടുക. ഒന്നരാടായിട്ട് വിട്ടുകൊടുക്കും. പിന്നെ അടിവെള്ളത്തിന് നമ്മൾ യൂസ് ചെയ്യണത് ഇതും യൂസ് ചെയ്യാറുണ്ട്. ഇത് ക്വാണ്ടിറ്റി കുറവുള്ള കാരണമാണ് ചാണകം നമുക്ക് പുറത്തുനിന്ന് എടുക്കേണ്ടി വരുന്നത്. പിന്നെ പുറത്ത് കിട്ടുമ്പോ ചാണകം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ വെളിയില് പുല്ലുള്ളിടത്തൊക്കെ കെട്ടാറുണ്ട്. അധികം തീറ്റ ആൾക്ക് വേണ്ട. വെയിൽ കൊള്ളണം. കിട്ടുള്ളൂ. എന്നാ വേറെ ഫീഡൊന്നും നമ്മ കൊടുക്കാറില്ല. പുല്ലും പരുത്തിക്കുരുപ്പിണ്ണാക്ക് പിണ്ണാക്ക് ഒക്കെയാണ് കൊടുക്കാറ്. ഫീഡൊക്കെ ഗുണം കുറയും. പാല് 1.5 ലിറ്റർ. അത് പാലല്ലല്ലോ ഇതിന്റെ ഒന്നും ഉദ്ദേശം. പാലല്ലല്ലോ, ഒരുപാട് സൂക്ഷ്മാണുക്കളുള്ള ചാണകത്തിന് ഭയങ്കര ഹാർഡായിരിക്കുള്ളൂ ചാണകം. നമ്മള് പരുത്തിക്കുരുപ്പിണ്ണാക്ക് കൊടുത്തപ്പോ കുറച്ച് പറഞ്ഞത് നല്ല ആട്ടുംകാട്ടം പോലെ ഇതിപ്പോ ഈ വളം കലക്കി വെച്ചതിന് ഇപ്പൊ അത് തൊഴുത്തിലെ വെള്ളമാണത്. വെള്ളം ഇന്നലെ ഇന്നിപ്പോ വിട്ടിട്ടില്ല. തൊഴുത്തിലെ വെള്ളം നമ്മള് ഗോമൂത്രം കൂടിയുള്ളത് മിക്സ് അപ്പൊ തന്നെ. ചാണകം ചേർത്തിട്ടുണ്ടോ? ചാണകം ഇപ്പൊ ഇന്ന് ചേർത്തിട്ടില്ല. ഇത് ഇന്നലെ വിട്ടതാണ്. എല്ലാ ദിവസവും ചാണകം വിടൂല. അപ്പൊ ഇതിനകത്തുള്ള ഈ ഇത് അരിച്ചു കയറണ്ടേ? അരിച്ചു കയറാനുള്ളത് നമുക്ക് അതിലുണ്ട് ഓൾറെഡി. ഞാനതില് അരിപ്പ് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൽ തന്നെ അതിൽ വേറെ അരിപ്പുണ്ട്. നല്ലപോലെ പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഫിൽറ്റർ പേപ്പർ പൊതിയുന്ന തുണിയുണ്ട്. അപ്പൊ നല്ലപോലെ അരിച്ചു കയറിക്കോളും. ഇപ്പൊ ഇതിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണോ വെള്ളം? ഇല്ല, ഇപ്പൊ മോട്ടോർ ഓഫാണ്. ഈ സിസ്റ്റത്തിൽ ഇപ്പൊ ഇത് ഇങ്ങനെ വെച്ചാൽ വെള്ളം നേരെ ഇതിലേ അങ്ങ് പോകും. ഇതില് ഇവിടുന്ന് ഇങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ട് അങ്ങ് പോകും. അങ്ങോട്ട് പോകും. ഇത് അടച്ചു വെച്ചാല് ഇതിൽ കൂടി വന്ന് ഇത് തുറന്നും വെക്കും. വെഞ്ചുറിന്ന് വലിച്ചെടുത്ത് പോയിക്കോളും. അതും ഫിൽറ്റർ ചെയ്തിട്ട് പോകുള്ളൂ. ഈ ഫിൽറ്റർ എത്ര ദിവസം കൂടുമ്പോ ക്ലീൻ ചെയ്യേണ്ടി വരും? അതിപ്പോ പ്രഷർ നമ്മൾ നോക്കും. ചില ദിവസം കുളത്തിൽ നിന്ന് നമ്മൾ നേരിട്ടടിച്ച് കാരണമാണ് പായലിന്റെ ചില അംശങ്ങളാണ്. അത് ചിലപ്പോ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ചെയ്യണത്. പ്രഷറിൽ അറിയാൻ പറ്റും. ഒന്നി താഴേക്കാണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചെയ്യാം. അതങ്ങനെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാം. വേണ്ട, റിങ് അഴിച്ച് വെറുതെ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ചെയ്യാം. റിങ്ങുകളാണോ അത്? ഇങ്ങനത്തെ റിങ്ങുകളാണത്. സ്ഥലം ഞങ്ങളുടെ ജോയിൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരു 2 ഏക്കർ കൂടുതൽ സ്ഥലം കാണും. തെങ്ങാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. തെങ്ങൊക്കെ നശിച്ചു പോവുകയാണ്. ഇനി ഈ സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയപ്പോൾ ഒരു വർഷം ഒരു തമാശയ്ക്ക് കണിവെള്ളരി കൃഷി ചെയ്തു. അതിപ്പോൾ കണിവെള്ളരി കൃഷി ചെയ്യാനായിട്ട് കിരൺ എൻ്റെ പെങ്ങളുടെ മകനാണ്. അപ്പോൾ അവനാണ് അതിനെ മുൻകൈ എടുത്തത്. അപ്പോൾ എല്ലാവരും കൂടെ ചെയ്തു. വേറെ ലേബറേഴ്സാരും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്യുന്ന നനയും കാര്യങ്ങളെല്ലാം ചെയ്തത്. കണിവെള്ളരി നല്ലവണ്ണം ഉണ്ടായി. ഒരു 1000-1000 കിലോ ഉണ്ടായി. ഇത് എങ്ങനെ വിൽക്കും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു നമുക്ക്. ആരും വാങ്ങാനുണ്ടായില്ലെങ്കിലും ചെയ്യും. പക്ഷേ ആ കൊല്ലം കണിവെള്ളരി പൊതുവിൽ മാർക്കറ്റിൽ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല വിലയും കിട്ടി. ഇത് തികയാതെ ആവശ്യക്കാർക്ക് കൊടുക്കാനില്ലാത്ത രീതി വന്നു. അപ്പോൾ ആ കൃഷി തൂക്കിക്കളയാം. ഇതിനാണെങ്കിൽ ജോലിയൊന്നും ഇല്ലാണ്ട് നടക്കുന്നത്. അപ്പോൾ താല്പര്യം എടുത്ത് അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വന്നത്. ഓപ്പൺ പ്രിസൈസ് ഫാമിംഗ് എവിടെയൊക്കെ പോയി വേറെ ഫ്രണ്ട്സ് వాళ్ళൊക്കെ ഉണ്ട് സഹകരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഈ കുക്കുംബറും വെണ്ടയും വഴുതനയും ഉണ്ടായിരുന്നു. ഇവർക്കൊരു ഔട്ട്ലെറ്റും ഉണ്ടായിരുന്നു, ജൈവ പച്ചക്കൃഷി ഔട്ട്ലെറ്റ്. അപ്പോൾ ജൈവ പച്ചക്കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പൊതുവിൽ ഈ CPM എടുത്ത ഒരു
മുൻകൈ ഉണ്ടല്ലോ, ആ മുൻകൈ പൊതുവിൽ ഇതിനൊരു ആളുകളുടെ ഇടയിലൊരു അംഗീകാരം ലഭിച്ചിട്ടുണ്ടായി. അപ്പോൾ ഈ പൊതുവിൽ ഈ ഔട്ട്ലെറ്റ് തുടങ്ങിയപ്പോൾ നന്നായി ആളുകൾ വരികയും ചെയ്തു. ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വിൽക്കാനും കഴിയും, മറ്റ് കൃഷിക്കാരെ വാങ്ങാനും കഴിയും. പിന്നെ ഇവരങ്ങ് ഡെവലപ്പ് ചെയ്തു. പിന്നെ ഈ കിരണിൻ്റെ ഫ്രണ്ട്സ് ആളുകൾ, മറ്റ് അഗ്രികൾച്ചർ ഓഫീസർമാർ, അവരുടെ സഹായത്തോടു കൂടി ഇപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജായിട്ട് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ഒരുമാതിരി നന്നായി കൃഷി നടത്തി. ഇപ്രാവശ്യം കൃഷി വരെ നടത്തുകയാണ്. ഇപ്പോൾ ഒരു കൃഷിയൊന്നും വിടാൻ ഉദ്ദേശമില്ല, എല്ലാ പറമ്പും കൃഷിയാക്കണമെന്നാണ് ഇവരിപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു ധാർമ്മികമായിട്ടുള്ള പിന്തുണ നൽകുക, എന്തെങ്കിലും സഹായം ചോദിച്ചാൽ കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഇപ്പോൾ നമുക്ക് എനിക്ക് കായികമായിട്ട് അധ്വാനിക്കാൻ സമയം കിട്ടില്ല, ഉദ്ദേശിച്ചാലും സമയം കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. അതിന് സന്തോഷകരമായിട്ടുള്ള സംഗതിയാണ് നടക്കുന്നത്. ഇതിപ്പോ ഈ വെണ്ടയുടെ കാലാവധി തീർന്നതല്ലേ? വെണ്ടയുടെ കാലാവധി തീർന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ പയറിട്ടിരിക്കുന്നത്. ഹൈബ്രിഡ് പയറല്ല, സാധാരണ നാടൻ പയറാണ്. നാടൻ പയറാണ്, ഈ ചുവപ്പും പച്ചയുമുള്ള നാടൻ പയറാണ്. അതായത് വലിയ കുരുത്തോല പയറല്ല. അല്ല അല്ല അല്ല, ഈ തരം പയറാണ് ഈ തൃശ്ശൂർ മേഖലയില്, തെക്കൻ മേഖലയില് വള്ളിപ്പയറിനാണ്. ഇവിടെ ഇതിനാണ്. ഇതിപ്പോ വെണ്ടയ്ക്ക് വേണ്ടി തടവൊരുക്കിയതിന്റെ വളം തന്നെയാണ് ഇത് എടുക്കുന്നത് ഇല്ലേ? വെണ്ട ഒടിച്ച് ഇട്ടേക്കുന്നത് കീറാൻ വേണ്ടിട്ട്, അത് പടന്ന് കയറാനുള്ള ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഈ പയറിന് പ്രത്യേകിച്ച് എന്താ ചെയ്യുന്നത്? ഇത് തന്നെ ഞങ്ങൾ കോഴിക്കാട്ടവും അല്ല, അതാ അന്നിട്ടോ അല്ലാണ്ട് രണ്ടാമത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഡ്രിപ്പ് കൊടുക്കും, വെള്ളത്തിൽ വല്ലതും കലക്കി കൊടുക്കുന്നുണ്ടോ വളം? വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് കലക്കി കൊടുക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേപ്പിൻ്റെ എണ്ണ കുരു പൊടിച്ച് എണ്ണ എടുത്തിട്ട് കലക്കി സ്പ്രേ കഴിഞ്ഞ ഇവിടെയൊക്കെ പയറാനിട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഓരോന്നിങ്ങനെ ഒരു ട്രിപ്പ് കഴിയുമ്പോൾ അടുത്തുണ്ടാവണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇട്ടിട്ട് പണി. ഈ മുളക് ഗ്രാഫ്റ്റ് മുളകാണോ അല്ലാത്ത മുളകാണോ? ഇത് ഗ്രാഫ്റ്റ് ചെയ്തേക്കാം, ഉജ്ജലയില് ഗ്രാഫ്റ്റ് ചെയ്തേക്കാം. ഉജ്ജലയില് ഗ്രാഫ്റ്റ് ചില മുളകില് നമ്മുടെ സിയാറ മുളക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടേക്കാം നട്ടിരിക്കുന്നത് അല്ലേ? ഇതപ്പോ ഇനി കുറച്ചാളും കൂടി നിൽക്കുവോ? അതിന്റെ ഒരു മാസങ്ങളിൽ നമുക്ക് അത്രേ കിട്ടുള്ളൂ. പരമാവധി ഇല്ലായതാ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഉജ്ജലം ഉണ്ടല്ലോ ഇടയ്ക്ക്, അടിയിൽ വന്നേക്കുന്ന കൊലയായിട്ട്. ഇതൊക്കെ ഉജ്ജല. അതെ അതെ അതെ, അതിന് സിയാറ എടുത്ത്. ഓ ഉജ്ജലാണത്, അങ്ങനെയാണെന്നും അത് നമ്മൾ എടുക്കാറ്. അത് എടുത്തൂടെ? അത് എടുക്കാമല്ലോ. പക്ഷെ അതിനെല്ലാം എരിവ്, നല്ല എരിവായിരിക്കും. ഇതിനാണ് കുറച്ചും കൂടി എരിവ് അല്ലേ ഉജ്ജലേക്കാൾ എരിവ്. ഉജ്ജല എന്ന് പറയുന്ന 1-2 കൊല്ലമൊക്കെ നിൽക്കുന്ന മുളക്. ലാസ്റ്റ് അതിന്റെ പേരിലാണ് നമ്മൾ അതിനെ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിനൊക്കെ ദിവസം 1 മണിക്കൂർ 1.5 മണിക്കൂർ. അതെ, 2 മണിക്കൂർ മാക്സിമം. ഇത്രയും മാവിന്റെ തണലുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. മുളകിന് അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. മുളകിന് അത് വലിയ പ്രശ്നമല്ല അല്ലേ? ഇത്രയും നല്ല തണലല്ല, എന്നിട്ട് അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളയിടത്തൊക്കെ നിൽക്കുന്ന പോലെ തന്നെയൊക്കെ നിൽക്കും. പഴയ മേത്തല പഞ്ചായത്തായിരുന്ന പ്രദേശത്ത് കൊടുങ്ങല്ലൂർ നഗരസഭയോടുകൂടി കൂട്ടിച്ചേർത്തത്. ആ പ്രദേശത്ത് ഒട്ടേറെ പേര് ഗ്രാമീണ കർഷകരുണ്ടായിരുന്നു. അവർ കൃഷി ചെയ്യുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു വില കിട്ടാതെയും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷെ ഇത്തരത്തിലൊരാശയം 11 പേര് കൂടി വയ്ക്കുകയും ഒരു സംരംഭമായിട്ട് ഇത് തുടങ്ങുകയും നമ്മൾ ഒരു കാഴ്ചപ്പാട്, ഇന്നത്തെ ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട്, ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് ഇതൊരു വിപണന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. ആ വിപണന കേന്ദ്രത്തിലൂടെ സാധാരണക്കാർക്ക് ഒരു 10 ഗ്രാം പച്ചമുളക് വീട്ടിലുണ്ടായാലും അതിന് ന്യായമായ വില കിട്ടിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കൃഷി ചെയ്യാനുള്ള വലിയൊരു പ്രചോദനമായിട്ട് ഈ സംഘം മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാധാരണക്കാരായ വീട്ടമ്മമാർക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം. വീട്ടുമുറ്റത്ത് കൃഷി വളർത്താനും അതുപോലെ ഗ്രോ ബാഗ് സംവിധാനം വളരാനും ടെറസ് കൃഷിക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാക്കാനും കഴിഞ്ഞു. സർക്കാർ ആവിഷ്കരിച്ച കുടുംബശ്രീയുടെ പൊലിവ് 2016 എന്ന പദ്ധതിയുടെ വിജയത്തിൽ ഇതിനേറെ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കേരളത്തിൽ ആകമാനം ഇതുപോലെ വിതരണ കേന്ദ്രങ്ങൾ, നമ്മൾ എടുക്കുന്ന വസ്തുവിന് വില കിട്ടുന്ന രീതിയിൽ അധ്വാനിക്കുന്നവൻ്റെ കൃത്യമായ വാല്യൂ ഉള്ളൊരു സംസ്കാരം വളർത്താനും കൂടി ഇതിലൂടെ കഴിയും. ഈ കുടുംബാംഗങ്ങളെല്ലാം ഈ കൃഷിയായിട്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ബന്ധപ്പെട്ടവരല്ലേ? അപ്പൊ ഇവരെ കൃഷിയൊക്കെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയപ്പോ ഇവരെയും ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? ഇത് ഷിജ എന്റെ ഭാര്യയാണ്, അവള് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. അത് ശരി. പ്രതാപ് ചേട്ടൻ ഭാര്യയാണ്. അവരുടെ 2 മക്കളുണ്ട്, 2 പേരും ജോലി സംബന്ധമായിട്ട് പുറത്തായതുകൊണ്ട് അവര് എത്തിയിട്ടില്ല. അത് ശരി. മണിച്ചേട്ടന്റെ ഭാര്യയാണ്, മോനാണ്, മോളുണ്ട്. മോളൊരു നല്ലൊരു സിനി ആർട്ടിസ്റ്റ് ഒക്കെ കൂടിയാണ്. ആള്
പരീക്ഷയുമായി ബന്ധപ്പെട്ട് പോയാറിനോട് ഇന്ന് എത്താഞ്ഞത്. അത് ശരി. ഇവര് എല്ലാ തരത്തിലും ഞങ്ങളോട് ഭയങ്കര സഹകരണമൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരുടെ സമയങ്ങളിൽ ഞങ്ങൾക്ക് പൊട്ടിക്കാനും എല്ലാത്തിനും വേണ്ടി ഞങ്ങളോട് സഹായിക്കാൻ സഹകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും എല്ലാവരുടെയും പിന്നെ ഇതാണ് നമ്മുടെ താരം, ഭയങ്കര താരമല്ലേ. കൊള്ളാം. ഏതായാലും എല്ലാവർക്കും കൈരളി ടിവിയുടെ അഭിനന്ദനം. ഇതിപ്പോ തികച്ചും ഒരു ജൈവ പച്ചക്കറി വിപണന കേന്ദ്രമാണല്ലോ. അതെ. ഇതിന്റെ ചരിത്രം താങ്കളൊന്ന് വിവരിക്കണം. അതിനു മുമ്പ് നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. ഞാൻ CPIM-ന്റെ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗവും കൊടുങ്ങല്ലൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആയിട്ടുള്ള കൈസാബ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ പേര് സി ഉണ്ണികൃഷ്ണൻ, മേത്തല പഞ്ചായത്ത് CPM-ന്റെ മേത്തല LC സെക്രട്ടറിയാണ്. ഞാൻ ഈ സംഘത്തിൻ്റെ പ്രസിഡന്റാണ്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൗൺസിലറാണ്. CPIM-ന്റെ അഞ്ചപ്പാറം ബ്രാഞ്ച് സെക്രട്ടറി. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഈ ഏപ്രിലേക്ക് 2 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. ഞങ്ങൾ വിഷുവിന് മുമ്പായിട്ടുള്ള ദിവസമാണ് തുടങ്ങിയത്, 2014. തുടങ്ങാൻ എന്തെങ്കിലും ഒരു പ്രത്യേക പശ്ചാത്തലം ഉണ്ടായിരുന്നു? തുടങ്ങിയൊരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒന്ന് ജൈവ കാർഷിക രംഗത്ത് നമ്മൾ വലിയൊരു നേട്ടം കൈവരിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന കമ്മിറ്റി സഖാവ് പിണറായി വിജയൻ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് കേരളം ഒട്ടാകെ ഒരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ നമ്മൾ കഴിക്കുന്ന പച്ചക്കറി ആണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് വിഷം അങ്ങനെ ആ രൂപത്തിലുള്ള ഇതിനെ ഒഴിവാക്കി നമുക്കൊരു കാർഷിക വിപ്ലവം തന്നെ കേരളത്തിനകത്ത് പുതിയൊരു സംസ്കാരം കൊണ്ടുവരണമെന്ന് പാർട്ടിയുടെ നേതൃത്വം തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് അത് പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം നിർവഹിച്ച് അത് എല്ലാ ബ്രാഞ്ച് തൊട്ട് ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ഉൾപ്പെടെ വരാൻ പോകുന്ന വിഷുവിനും അതേപോലെ തന്നെ ഓണം നാടുകളിലും നമ്മൾക്ക് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാനും ബാക്കി മാർക്കറ്റുകൾ വിൽക്കാനും കഴിയാവുന്ന രൂപത്തിലേക്കുള്ള പച്ചക്കറി ജൈവ കാർഷിക രംഗത്ത് കൊണ്ടുവരുന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ഒരു ട്രസ്റ്റ് തന്നെ അവിടെ രൂപീകരിച്ച് ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് നല്ല വിലക്ക് എടുത്ത് പുറത്ത് കൂടുതൽ ചിലപ്പോൾ വിലക്കൾ വിൽക്കണമെങ്കിൽ പോലും ഒരു തടസ്സമില്ലാതെ 2 കൊല്ലമായിട്ട് ഇപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ നമുക്കിത് വിൽക്കാൻ സാധിക്കേണ്ടെന്നുള്ളതാണ്. അത് ശരി. ഇപ്പൊ അവിടുത്തെ ബോർഡിൽ 2 വിലകൾ എഴുതിയിരിക്കുന്നല്ലോ. ആ വില എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുകിട എടുക്കുന്ന വിലയാണ്, ഒന്ന് വിൽക്കുന്ന വിലയാണ്. അത് സുതാര്യമായി തന്നെ ആളുകളെ ഓപ്പൺ ആയിട്ടുകൊണ്ട് ഒരു തടസ്സമില്ലാതെ ആളുകൾ കൃത്യമായി വേണമെങ്കിലും അത് അറിയാം, അറിഞ്ഞിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ വാങ്ങിച്ചാൽ മതി. അപ്പൊ അതിൽ ഇതുവരെയും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ തന്നെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്, ആളുകൾ ആ വിലക്ക് വാങ്ങിക്കുന്നുണ്ട്. ഈ കൊണ്ടുവരുന്നവർക്ക് ആ പൈസ എത്ര ദിവസം കഴിയുമ്പോൾ കൊടുക്കും? അപ്പൊ തന്നെ അതിനുള്ള സംവിധാനം ബില്ലെഴുതി അതിന് കൃത്യമായ. അപ്പൊ ഇതിനാവശ്യമായ ഒരു മൂലധനം എങ്ങനെയാണ്? ഇതിനാവശ്യമായ മൂലധനം എന്ന് പറയുന്നത് ഒന്ന് വിൽപ്പനയിൽ നിന്ന് കിട്ടുന്നത്, പിന്നെ ഞങ്ങളിപ്പോ ട്രസ്റ്റ് രൂപീകരിച്ച ശേഷമുള്ള ഞങ്ങളിലുള്ള അതിന്റെ ഫണ്ട് ഉണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് പുറത്തുനിന്ന് ജൈവ മാത്രം ഈ തെരഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത്. വേറെ ഒരു പച്ചക്കറി ഇവിടെ കയറി വരില്ല. അപ്പൊ സ്ഥിരം മേടിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഉള്ളവരൊക്കെ അറിയാമല്ലോ, ലോക്കലായിട്ട് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ്. സാധനങ്ങൾ ഇരിക്കണ കണ്ടാൽ തന്നെ അറിയാം, എല്ലാം വളരെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ വിപണിയിൽ വരുന്ന വില മാറ്റം അനുസരിച്ചാണോ വിൽക്കുന്നത്, അതോ നിങ്ങൾ ഏതാണ്ട് ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള നിരന്തരമായിട്ടുള്ള വിലയിലാണ് ഞങ്ങൾ വിൽക്കുന്നത് അല്ലേ? ആ വിലയ്ക്ക് ആളുകൾ ജൈവ പച്ചക്കറിയായിട്ട് വാങ്ങുന്നുണ്ട്. കൃത്യമായിട്ട് അവർക്ക് അറിയാം ഇത് ജൈവ പച്ചക്കറിയാണെന്ന്, ഇതിനകത്ത് മായം ചേർത്തിട്ടില്ല എന്നുള്ളതിന്റെ തന്നെയാണ് എനിക്ക് കുറേയും കൂടിയും മിഡിൽ ക്ലാസ് ആയിട്ട് ആളുകളൊക്കെ വരുന്നത്, ഡോക്ടർമാരും മറ്റു എഞ്ചിനീയർമാരൊക്കെ തന്നെ. അപ്പൊ അവർക്ക് അറിയാം ഇത് കൃത്യമായിട്ട് ജൈവം തന്നെയാണ് എന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് വാങ്ങിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ ഈ പൊലിവിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ നഗരസഭാ പ്രദേശത്തും കേരളം ഒട്ടാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ വാർഡുകളിലും ചെയ്യുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീയും ADS ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് CPIM-ഉം പങ്കുചേർന്നുകൊണ്ട് എല്ലാ വാർഡുകളും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഉൾപ്പെടെ വരുന്ന പച്ചക്കറിയും അതുപോലെ തന്നെ എല്ലാ ഐറ്റം എടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ വിപണന കേന്ദ്രം തുടങ്ങിയത് പിന്നെ
ഈ പ്രദേശത്തെ ജൈവ പച്ചക്കറി കൃഷിക്കാർക്ക് ഒരു ഉണർവ് കൂടുതലായിട്ടുണ്ടല്ലേ? അവരുടെ കൃഷിയൊക്കെ അതാണ് പ്രധാനം. അതിന് പൈസ ഉടനെ കിട്ടുകയും ചെയ്യും. അതൊരു വലിയ കാര്യമല്ലേ? കഴിക്കാനുള്ള ബേസിക് കർഷകർക്ക് കുറെ കൂടി വില കൂടുതൽ കിട്ടും. മറ്റത് വളത്തിന് വില വർധനവുണ്ടായിരുന്നു. പച്ചക്കറിക്കാണെങ്കിൽ കൊടുത്താൽ വില കിട്ടാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ മാറ്റം വന്ന് നല്ല വില കിട്ടുന്ന സാഹചര്യം വന്നപ്പോ ആളി രംഗത്ത് കൂടുതൽ സ്ഥലം കണ്ടെത്തി ഇപ്പൊ സബ്സിഡി ഇറക്കില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിന് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന് ഈ കൂടുതൽ ജൈവ മേഖലക്കകത്ത് സർക്കാരിന്റെ തീരുമാനപ്രകാരം നമ്മൾ കൂടുതൽ ഇടപെടാൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജൈവ പച്ചക്കറി കൃഷി വളരെ മുമ്പോട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അതിനൊരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഇത്തരം സംരംഭങ്ങൾ സഹായിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലേ നമ്മുടെ ജൈവ പച്ചക്കറി കൃഷി ഒരു വിജയത്തിലേക്ക് നീങ്ങുള്ളൂ. ഇപ്പൊ മാർക്കറ്റിൽ വെണ്ടയ്ക്ക് ഭയങ്കര വില കൂടുതലാണ്. പക്ഷെ നമ്മള് നമ്മ എന്ന് വിറ്റുകൊണ്ടിരിക്കുന്നു ആ വിലക്ക് തന്നെ വിൽക്കുകയാണ്. അല്ലാതെ മാർക്കറ്റിലെ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് കൂട്ടുകയില്ല, മാർക്കറ്റ് വില കുറയ്ക്കുകയില്ല. അതാ ഒരു സ്റ്റാൻഡേർഡ് രീതി. തക്കാളിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കർഷകർക്ക് നല്ല വില കൊടുത്ത് തന്നെ നമ്മൾ തക്കാളി വാങ്ങുന്നു. നമ്മുടെ നല്ല വില കൊടുത്ത് ആളുകൾ വാങ്ങിക്കുകയും ചെയ്യുന്നു. അതെ, അതിലൊന്നും ആളുകൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ അതിന്റെ പേരിൽ കർഷകർക്ക് കൊണ്ടുതരാനും നമ്മളോട് താല്പര്യം കൂടുതലാണ്, നമ്മുടെ വാങ്ങാൻ താല്പര്യം. അതെ, അതിന്റെ ഒരു പ്രതിഫലനമാണല്ലോ അവർ സ്വയമേവ ഇതിലിടപെട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞത്. ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൃഷി സംബന്ധമായ സംശയങ്ങളും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.